എല്ലാ സർവേകളും ടൈംസ് നൗ 37 മുതൽ 43 വരെയാണ് ബിജെപിക്ക് പ്രവചിക്കുന്നത്. അതെ, എക്സിറ്റ് പോളിൽ നിന്ന് എക്സാറ്റ് പോളിലേക്ക് വരുമ്പോൾ അതിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചരിത്രം അവിടെ നിൽക്കുന്നുണ്ട്. അത് അരവിന്ദ് കെജ്രിവാളിനും കൂട്ടർക്കും അല്പം ആശ്വാസം പകരുന്നുണ്ടെങ്കിലും ഇത്തവണ എക്സിറ്റ് പോൾ എക്സാറ്റ് പോളായി മാറാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നത് അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട പ്രതിച്ഛായ നഷ്ടം നേരിട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയ വർഷമാണ് 2025 എന്നതാണ്. ബിജെപി നിർണായകമായ ദില്ലി തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. കേവല ഭൂരിപക്ഷം നേടുമെന്ന് 6 സർവേ ഫലങ്ങളും പറയുന്നു. മാട്രിക്സിന്റെ സർവേ പ്രകാരം ബിജെപി 39 മുതൽ 45 വരെ സീറ്റുകൾ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 22 മുതൽ 31 വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങും. കോൺഗ്രസിന് പരമാവധി 1 സീറ്റ് ലഭിക്കും. JBC സർവേ എക്സിറ്റ് പോൾ പ്രകാരം 32 മുതൽ 37 വരെ സീറ്റുകൾ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കൂ. ബിജെപി 35 മുതൽ 40 സീറ്റുകൾ വരെ നേടിയേക്കാം. കോൺഗ്രസ് അവിടെയും പരമാവധി 1 സീറ്റ്. സമുദായം തിരിച്ച് നമ്മൾ പറഞ്ഞാൽ ബ്രാഹ്മണന് 10% വോട്ട്, ജാട്ട് വിഭാഗം 8%, വൈശ്യ 8%, ഉത്തരാഖണ്ഡ് 6%, ഗുർജാർ 3%, യാദവ് 2%, രജപുത്ത്. ഈ യാദവ് രജപുത്തൊക്കെ വളരെ നോമിനലാണ്. മൊത്തം കൂടി വന്നാൽ 3% മാത്രമേ യാദവും രജപുത്തും ഉള്ളൂ. എന്നാൽ മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ സൃഷ്ടിക്കുന്നതിൽ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് 4%-ഓളം വളർച്ചയെ കാണിക്കുന്നുള്ളൂവെങ്കിൽ പോലും അതൊരു സ്പോയിലറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. നമുക്ക് ശുദ്ധജലവും ഇല്ല, ശുദ്ധവായുവും ഇല്ല, ഇവരൊക്കെ കാശ് അടിച്ചു മാറ്റുന്ന ഒരു പരിപാടിയാണെന്നുള്ള അപ്പോഴതങ്ങിട്ട് എടുക്കും. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അവരൊരു ആന്റി ഗവൺമെന്റ് പോസ്റ്ററിലേക്ക് വന്നാൽ നാച്ചുറലി മറ്റീ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ എന്തോ സത്യമുണ്ട് എന്ന് തോന്നുന്നൊരവസ്ഥയുണ്ടാവും. 2013 ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയുടെ ഫീസ് നമുക്കറിയാം, സ്കൂളിലെ ഫീസ് അറിയാം. 1998 ബിജെപിയുടെ ഭരണം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ബിജെപിയുടെ കാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭാരിച്ച ചെലവല്ല ഡൽഹിക്കാർക്ക് ഇപ്പോഴുള്ളത്. പക്ഷേ രണ്ടാം അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാരിന് ആന്റി ഇൻകുംബൻസി ഉണ്ട്, ഒന്നാം കെജ്രിവാളിന്റെ സർക്കാരിനെ അപേക്ഷിച്ച്. മാത്രവുമല്ല 98 സുഷമാ സ്വരാജിന്റെയോ മദൻലാൽ ഖുറാനയുടെയോ സർക്കാരിനെ കുറിച്ച് അവിടുത്തെ വോട്ടർമാർക്ക് ഒരു ബോധ്യവും ഇപ്പോഴില്ല, ഓർമ്മയില്ല. ഒന്നാം അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാർ മോശമായി. അതിനെ പ്രതിരോധിക്കാനായിരുന്നു ഏറിയ സമയവും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചത്. ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ ബിജെപി സമയം കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ നിലം തൊടാൻ അവസരം കൊടുത്തിട്ടില്ല അരവിന്ദ് കെജ്രിവാളിന്. അതാണ് രണ്ടാം സർക്കാരിന് ആം ആദ്മി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം.